അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത ആ ഇൻഡസ്ട്രിയുടെ കുറച്ച് എന്തൊക്കെയാണ് മൂവീസിൽ ഞാനൊക്കെ എൻജോയ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ഇന്ത്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 100% ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ളൊരു സ്റ്റോറി പറയണം എന്നൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എന്താണ് പറയുക, ഒരു ജെന്യൂയിൻ ആയിട്ടുള്ളൊരു കഥ പറയുന്ന ഒരു മൂവി, ലൈക്ക് അവർ ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റിൽ ഒരു ജെന്യൂനിറ്റി, പ്യോറിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എൻ ഓഡിയൻസ് നമുക്കത് പെട്ടെന്ന് എൻജോയ് ചെയ്യാനും ഉൾക്കൊള്ളാനും കഴിയും. ലൈക്ക് ഒരു സിംപ്ലി ഒരു കോപ്പി പേസ്റ്റ് അല്ല വേറൊരു ഇൻഡസ്ട്രിന്നോ വേറൊരു മൂവിന്നോ വേറൊരു കൺട്രി മൂവിന്നോ ഉള്ള ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ കോപ്പി പേസ്റ്റ് അല്ലാതെ ഒരു ജെന്യൂൻ ആയിട്ട് നമ്മുടെ കൾച്ചറിനും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ സർക്കംസ്റ്റാൻസസിനെ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ടിഫാക്റ്റ് ആണെങ്കിൽ നമുക്കത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മൂവീസ് നമ്മുടെ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒത്തൻറ്റിക് ഫാക്ടറാണ് ഞാനെല്ലാം ഒരു മൂവി നമ്മുടെ ഒരു ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ മലയാളം മൂവി കാണുമ്പോൾ അതിന് ആ ഒത്തൻറ്റിസിറ്റി, മലയാളം മൂവിയുടെ ഒരു ഒത്തൻറ്റിസിറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഒരു സെക്കൻഡ് ഫാക്ടർ എന്തായിരിക്കും ആ മൂവിയിൽ എൻജോയ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ഹീറോയിസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ ഒരു ഫാക്ടർ എപ്പോഴും എന്താണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, എന്താണ് ഇറ്റ്സ് ഓൾവേസ് യുവർ ഹീറോസ് ആർ ലാർജർ ദൻ ലൈഫ്. നമ്മുടെ ഹീറോസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവി ഒരു സോങ് സീക്വൻസ് എടുത്താൽ തന്നെ ഒരുപാട് ആളുകൾ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് നമ്മുടെ സോങ്സ് എല്ലാം ഡെപ്പിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഡാൻസ് സീക്വൻസസ് എല്ലാം ദ സ്ക്രീൻ ഇസ് ഫുൾ ഓഫ് പീപ്പിൾ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ലാർജർ ദാൻ ലൈഫ് സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം അതിൽ ഹീറോയുടെ സക്സസ് ആകുമ്പോൾ നമ്മൾ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓക്കെ ആ ഹീറോയുടെ സക്സസ് എൻ്റെ സക്സസ് ആണ്, ആ ഹീറോയുടെ ഫെയിലിയർ എൻ്റെ ഫെയിലിയർ ആണ്, ആ ഹീറോ വിഷമിക്കുമ്പോൾ ഞാനും വിഷമിക്കുകയാണ്. അപ്പോൾ അത്രയും റിലേറ്റബിൾ ആണ്. ദോ ദ ക്യാരക്ടേഴ്സ് ആർ പോർട്രേഡ് ആസ് ലാർജർ ദാൻ ലൈഫ്, പക്ഷെ നമുക്കത് ഒരുപാട് ഇമോഷണലി നമ്മൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ പറയുന്നതാണ് റിലേറ്റബിൾ ആർച്ചിടൈപ്പ് ഓർ റിലേറ്റബിൾ ആർക്കിടൈപ്പ് എന്നാണെന്ന് തോന്നുന്നത്. എക്സാക്ട് പ്രൊനൗൺസിയേഷൻ എനിക്ക് ഓർമ്മയില്ല. റിലേറ്റബിൾ ആർക്കിടൈപ്പ് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആസ് എ നോർമൽ ഓഡിയൻസ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യപ്പെടുകയാണ്, നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആൻഡ് അതിനെ നമ്മൾ ഒരുപാട് എൻജോയ് ആൻഡ് എൻ്റർടൈൻ ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഒത്തൻറ്റിസിറ്റി, അതിൽ എന്താ പറയുക, ആ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിന് എത്രമാത്രം അത് എന്താണ് ലോജിക്കലാണ്, സയൻറ്റിഫിക്കലി റീസണബിൾ ആണ് എന്നൊന്നും ആ നിമിഷത്തിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അത്രയും സയൻറ്റിഫിക്കലി ആൻഡ് ലോജിക്കലി തിങ്ക് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ആ ടൈമിൽ നമുക്കത് റിലേറ്റബിൾ ആണ്, എൻ്റർടൈനിങ് ആണ് എന്നുള്ളത്, ആ ഒരു അത്രയും അവേഴ്സ് നമ്മളത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ആർട്ടിഫാക്റ്റ് എത്രയോ ഒത്തൻറ്റിക്കായി ക്രിയേറ്റ് ചെയ്തിട്ട് ആൻഡ് അതിലെ ലാർജർ ദൻ ലൈഫ് ക്യാരക്ടേഴ്സിനെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യിക്കപ്പെടുകയാണ് ആസ് ഒരു ഡയറക്ടേഴ്സിൻ്റെ മാഗ്നിഫിസൻസ് എന്ന് പറയാം നമുക്കതിനെ വേണമെങ്കിൽ.